ഇന്ന് 17/12/2025 തിങ്കളാഴ്ച രാത്രി 8:27 നമ്മൾ സന്നിധാനത്ത് നിന്നിറങ്ങി പമ്പയിലെത്തി. പമ്പയിലുള്ള പുതിയ സജ്ജീകരണങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ത്രിവേണിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയെന്നാണ്. കുറച്ച് മുമ്പ് നമ്മൾ പോയി കഞ്ഞിയൊക്കെ കുടിച്ചു. അതിൻ്റെ വീഡിയോസൊക്കെ കാണിച്ചു തരാം. ഇതിപ്പോൾ അവിടെ നമ്മുടെ നാട്ടിലുള്ള ചേട്ടനാണ് ആ ശാന്തി. അവരവിടെ ബലിയൊക്കെ ഇടുന്ന പതിവുണ്ട്. ബലിയിടുന്നതിൻ്റെ ശാന്തിയാണ് നിൽക്കുന്നത്. നമ്മുടെ പുത്തൻകാവിലുള്ള ചേട്ടനാണ്. അപ്പോൾ പുള്ളിനെ കണ്ടുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോയിൽ പകർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ത്രിവേണിയിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ത്രിവേണി പാലം. ത്രിവേണി പാലത്തിൽ നിന്നും നമ്മുടെ പമ്പയുടെ 2 വശങ്ങളിലേക്ക് കാണിക്കുന്നതാണ്. ഇതാണ് നമ്മൾ കുളിക്കുന്ന കുളിക്കടവ്. അപ്പുറത്തെ സൈഡിൽ ഇപ്പോൾ കുളിക്കാനൊന്നും അനുവദിക്കുന്നില്ല. അവിടെയും കൽപ്പടവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ പമ്പ ബസ് സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡല്ല, ബസ് സ്റ്റോപ്പ്. ഇത് അവിടെയുള്ള ഒരു അയ്യപ്പൻ്റെ ഒരു നല്ല സ്റ്റാച്ചു ആണ്. ആ സ്റ്റാച്ചു ഒക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ കാണുന്ന ഒരു വലിയ ക്രൗഡാണിത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറയുന്നത് ആകെപ്പാടെ 1-2 ബസ്സുണ്ട്. അത് ഒരെണ്ണമാണെങ്കിൽ ചാർട്ട് ചെയ്തിട്ടിരിക്കുക എന്നാണ്. വേറെ ഒരെണ്ണം ഉള്ളത് ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ്. ഏകദേശം 1000-ൽ മേൽ അയ്യപ്പന്മാരുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ കുട്ടികളുണ്ട്, കുഞ്ഞു മാളികപ്പുറമുണ്ട്, കുഞ്ഞു മണികണ്ഠന്മാരുണ്ട്. സാധാരണ പ്രായമേറിയ 60-നും അതിനും മുകളിലുള്ള അയ്യപ്പന്മാരുണ്ട്. ഇവരെല്ലാവരും അവിടെ ഒരുപോലെ ക്യൂ നിൽക്കുകയാണ്. എന്നിട്ട് വലിഞ്ഞ് കയറുകയാണ്. ഇങ്ങനെ വണ്ടി വരാൻ നേരത്ത് ഒരു രക്ഷയില്ലാതെ വലിഞ്ഞ് കയറുകയാണ്. അപ്പോൾ ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഒരാൾക്ക് 50 രൂപയാണ്. നമ്മുടെ പമ്പ സ്റ്റോപ്പിൽ നിന്ന് നമ്മുടെ നിലക്കൽ വരെ പോകാനായിട്ട് ചാർജ് എന്ന് പറയുന്നത് 50 രൂപയാണ്. നമ്മളൊക്കെ വണ്ടിക്ക് വന്നതാണ്. പക്ഷേ നമ്മുടെ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇതിപ്പോൾ നമ്മൾ ടിക്കറ്റ് കാണിച്ചാൽ ഇതാണ് നമ്മുടെ ടിക്കറ്റ്. ഇതിൻ്റെ അകത്ത് 2 പേർക്ക്, എനിക്കും എൻ്റെ മകനും കൂടി എടുത്തിരിക്കുന്നത് 100 രൂപയാണ്. അപ്പോൾ ചാർജ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ വരുന്ന അയ്യപ്പന്മാരെ മുഴുവനും കുഞ്ഞു മണികണ്ഠന്മാരെയും മാളികപ്പുറത്തിനെയും എല്ലാവരെയും കണ്ടക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം, നമുക്ക് ഒരു സിസ്റ്റം എറർ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ആ സിസ്റ്റം എറർ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനൊരു പരിഹാരം കൊണ്ടുവന്നേ പറ്റൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രാകൃത സമൂഹമല്ല. നമ്മളതിൽ നിന്നൊക്കെ വ്യത്യസ്തരായി മുന്നോട്ട് പോകുന്ന ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹമാണ്. അപ്പോൾ ആ സമൂഹത്തിന് സമൂഹത്തിൻ്റേതായിട്ടുള്ള നിലപാടുകളുണ്ട്, ആ സമൂഹത്തിൻ്റേതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനത്തിലേക്കൊക്കെ വരണം. അത്രയും ചുറ്റുപാടുകളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉള്ള ഒരു ഭരണ സംവിധാനമൊക്കെ തന്നെയാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ഒരു സംവിധാനത്തിൽ നിന്ന് നമ്മുടെ ഈ ഒരു പമ്പയെ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം, പുതിയൊരു സംവിധാനങ്ങളൊക്കെ വരണം. അപ്പോൾ ഞങ്ങളങ്ങനെ 9:31 ആയപ്പോൾ നമ്മുടെ നിലക്കൽ എത്തിയിട്ട് നമ്മുടെ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. വണ്ടിയുടെ ഡ്രൈവറിനെ വിളിച്ചിട്ടുണ്ട്, പുള്ളിക്കാരൻ ഇപ്പോൾ വരും. അപ്പോൾ നമ്മളങ്ങനെ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാമി ശരണം.